അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുന്നില്ലേ എൻ്റെ കൈയുടെ യഥാർത്ഥ കളറും ടാൻ അടിച്ചിരിക്കുന്ന എൻ്റെ കൈയുടെ കളറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാനും എൻ്റെ കൈ ഒന്ന് വെളുപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണല്ലോ നിക്കോണിയുടെ ഈ ടാൻ വാനിഷ്. അപ്പോൾ ഞാനൊരു ടാൻ വാനിഷ് മേടിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ എല്ലാ ലാംഗ്വേജിലും എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലും ഇത് എഴുതിയിട്ടുണ്ട്. ഇത് അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു പോളിഷ് ക്രീമാണ്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, മരുന്ന് എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമും ലോഷനും പൗഡറും കപ്പും സ്പൂണൊക്കെയാണ്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷ്. അങ്ങനെ ഞാൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ടാനുള്ള കയ്യിൽ മൊത്തം ഞാൻ ആദ്യം ആ പോളിഷ് ക്രീം ഉപയോഗിച്ചു. അതിനുശേഷം മരുന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് കണ്ടില്ല, എൻ്റെ കയ്യിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും എന്തോരം ടാനുണ്ട്, കറുത്ത കരിവാളിച്ചിരിക്കുന്നു എന്നുള്ളത്. അതിനുശേഷം ആ കപ്പെടുത്തു. കപ്പിൽ തന്നേക്കുന്ന സ്പൂണിൻ്റെ വലിയ ഭാഗത്ത് നിറയെ ലോഷൻ എടുത്തു. അതിനൊപ്പം ആ സ്പൂണിൻ്റെ തന്നെ ചെറിയ ഭാഗത്ത് തന്നേക്കുന്ന ഒരു പൗഡറുണ്ട്, ആ പൗഡർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ തന്നേക്കുന്ന ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 3 മിനിറ്റോളം ഇതിനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ കളർ മാറി നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പിങ്ക് കളറായി മാറും. അതിനുശേഷം എൻ്റെ കയ്യിൽ മൊത്തം ഇതെടുത്ത് വാരി തേക്കുന്നുണ്ട്. അതായത് കണ്ടില്ലേ, മുഴുവൻ ഒരു സ്ഥലവും വിട്ടിട്ടില്ല. എവിടെയെല്ലാം ടാനുണ്ടോ ആ ഭാഗം മുഴുവൻ മരുന്ന് തേച്ച് വിട്ടിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഉള്ള രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതേ കണ്ടില്ലേ, ഞാനൊരു ടിഷ്യൂ എടുത്ത് തന്നെ വൈപ്പ് ചെയ്തു. ഇതിൻ്റെയൊക്കെ പരസ്യം കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കണ്ട് പഠിച്ചത് അതുപോലെയാണ് ഇത് ചെയ്തേക്കുന്നത്. എന്നാൽ പരസ്യവും റിയാലിറ്റിയും തമ്മിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. അതിനൊപ്പം തന്നെ ചില വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നു കയ്യിലെ മുടിയുടെ കറുപ്പെല്ലാം അതുപോലെ ഉണ്ട്, എന്നാൽ സ്കിന്നിൻ്റെ കളർ മാറിയെന്ന്. എന്നാൽ അങ്ങനെയൊന്നും അല്ല ഗൈസ്. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. എൻ്റെ മുടിയുടെ കളറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മാറ്റമില്ല. എന്നാൽ എൻ്റെ മുടിയുടെ കളറെല്ലാം പോയിട്ടുമുണ്ട്. ഇത് കണ്ടില്ലേ, മരുന്ന് ഉപയോഗിച്ച കൈയും ഉപയോഗിക്കാത്ത കൈയും തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ വിളിച്ച് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇതേ കണ്ടില്ലേ, കയ്യിൽ ഒരു വ്യത്യാസമില്ല. എന്നാൽ എൻ്റെ കയ്യിലെ മുടികളെല്ലാം ചെമ്പിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കയ്യിലെ മുടികളെല്ലാം കറുപ്പും മറ്റൊരു കയ്യിലെ മുടികളെല്ലാം ചെമ്പിച്ച കളറുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. ആരും വാങ്ങിച്ച് യൂസ് ചെയ്യാതിരിക്കുക. അതേ കണ്ടില്ലേ.